ഹിമാചൽ കോൺഗ്രസിൽ സർക്കാരിനെതിരെ അവിശ്വാസ നീക്കവുമായി ബി ജെ പി നേതാവ് ജയറാം താക്കൂർ ഗവർണറെ കണ്ടു. വിശ്വാസ വോട്ടെടുപ്പ് വേണമെന്ന് ബി ആവശ്യപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യവുമായി വിമത MLA-മാരും രംഗത്തെത്തി. അനുനയ ശ്രമവുമായി AICC. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഇന്നലെ നടന്ന ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെയാണ് കണ്ടത്. ഇപ്പോൾ ഹിമാചൽ കോൺഗ്രസിലാകട്ടെ അതിനകത്തൊരു വിമത നീക്കം നടക്കുന്നു. അതോടൊപ്പം തന്നെ BJP ഇരട്ടത്താപ്പുമായി രംഗത്തിറങ്ങിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്ത് മനസ്സിലാക്കാം ഈ ഒരു നീക്കത്തിൽ നിന്നും? അതിന് തീർച്ചയായും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹിമാചൽ സർക്കാരിനെ കൂടി അട്ടിമറിക്കാൻ വേണ്ടിയുള്ള BJPയുടെ ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്നലെ മൂന്നിടങ്ങളിൽ ഉത്തർപ്രദേശിലും ഹിമാചലിലും കർണാടകയിലുമാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടന്ന മൂന്നിടങ്ങളിലും അട്ടിമറി ശ്രമം BJP നടത്തിയിരുന്നു. ഇതിൽ ഉത്തർപ്രദേശിലും ഹിമാചലിലും BJP വിജയിക്കുകയും ചെയ്തു. പ്രധാനമായും ഹിമാചലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിർണായകമായത് അവിടെ കോൺഗ്രസ് സർക്കാർ തന്നെ താഴെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഹിമാചൽ മാറുന്നു എന്നുള്ളതാണ്. 68 സീറ്റുള്ള ഹിമാചലിൽ 40 സീറ്റ് കോൺഗ്രസിനുണ്ട്. BJPക്ക് 25 സീറ്റും 3 സ്വതന്ത്രന്മാരും. അങ്ങനെ 43 പേരുടെ ഈ സ്വതന്ത്രന്മാരടക്കം 43 പേരുടെ പിന്തുണയുണ്ട് എന്നുള്ളതായിരുന്നു ഇന്നലെ കോൺഗ്രസിൻ്റെ അവകാശഭേദം. പക്ഷേ ഇതിന് രാജ്യസഭാ വോട്ടെടുപ്പ് നടന്ന ഘട്ടത്തിൽ 6 കോൺഗ്രസ് MLA-മാർ BJPയിലേക്ക് മറികടന്ന് ചാടുകയും 3 സ്വതന്ത്ര MLA-മാരെയും BJP ഒപ്പം നിർത്തുകയും അങ്ങനെ 34 എന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം BJPയുടെയും കോൺഗ്രസിൻ്റെയും രാജ്യസഭാ സ്ഥാനാർത്ഥികൾ എത്തുകയും പിന്നീട് ഈ നറുക്കെടുപ്പിലൂടെ BJP അവിടെ വിജയിക്കുമായിരുന്നു. എന്നാലും ഇതിന് പിന്നാലെ തന്നെ കോൺഗ്രസിന് ഇനി അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന് BJP നേതാവ് ജയറാം താക്കൂർ വ്യക്തമാക്കുകയും അദ്ദേഹം അവിടുത്തെ ലോക്സഭാ കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ ഒടുവിലായി ഏറ്റവും നിർണായകമായ നീക്കം എന്ന് പറയുന്നത് ഇന്ന് ഹിമാചൽ ഗവർണറെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന്, അതായത് ഹിമാചൽ മുഖ്യമന്ത്രിയിൽ നിന്നും വിശ്വാസം തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് ഒരു അവിശ്വാസം നിയമസഭയിൽ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് BJP. പ്രധാനമായും ഈ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ മുതൽ തന്നെ ഈ 6 MLA-മാരെയും 3 സ്വതന്ത്ര MLA-മാരെയും അങ്ങനെ മൊത്തം 9 MLA-മാരെ കാണാനില്ല എന്ന് ഇന്നലെ തന്നെ ഹിമാചൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഹിമാചൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് സുഖ്വീന്ദർ സുഖു ഇന്നലെ പറഞ്ഞത് ഈ തങ്ങളുടെ MLA-മാരെ BJP ചാക്കിട്ട് പിടിക്കുകയും BJP തട്ടിക്കൊണ്ടുപോവുകയും ഈ ഹരിയാന സർക്കാരിൻ്റെയും CRPFിൻ്റെയും സഹായത്തോടെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. എന്തായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കോൺഗ്രസ് MLA-മാരും 3 സ്വതന്ത്ര MLA-മാരും ഇപ്പോൾ ഇത്തരത്തിൽ ഹരിയാനയിലേക്ക് BJP മാറ്റി എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ബജറ്റ് സമ്മേളനം ഹിമാചൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ ബജറ്റ് സമ്മേളനം അവസാനിക്കും. അപ്പോൾ ഈ ബജറ്റ് എല്ലാം തന്നെയും ശബ്ദ വോട്ടോടെ പാസ്സാക്കാതെ അവിടെ ഒരു വോട്ടെടുപ്പ് വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും BJP ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് സർക്കാർ താഴെ അല്ലെങ്കിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് സർക്കാരിനെ കൂടി ഇത്തരത്തിൽ അട്ടിമറിയിലൂടെ താഴെ ഇറക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. എന്തായാലും വളരെ പ്രതിരോധത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ ഈ ഒരു വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ഭിന്നത ഉണ്ടായിരുന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയായി സുഖ്വീന്ദറിനെ അന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ വിമത നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. ആ വിമത MLA-മാർ ഇപ്പോൾ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വിമത MLA-മാരെ അന്വേഷിക്കാനുള്ള ശ്രമമായി AICC മുന്നോട്ട് പോകുന്നു. അവിടെ DK ശിവകുമാറും ഭൂപീന്ദർ സിംഗ് ഹൂഡയുമാണ് ഇപ്പോൾ സംസ്ഥാനത്തെത്തി ഈ ഒരു കാര്യങ്ങളെല്ലാം നിലയും ഒരു അന്വേഷണ ശ്രമം നടത്തുന്നത്. അങ്ങനെ വളരെ വലിയ ഒരു നീക്കത്തിലൂടെ ഹിമാചൽ പോകുന്നു. പ്രത്യേകിച്ച് ഹിമാചലിലെ PCC അധ്യക്ഷനായ പ്രതിഭ സിംഗ് രാജിവെക്കുമെന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് വളരെ വലിയൊരു പ്രതിരോധത്തിൽ ഹിമാചലായിരിക്കുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി ഏത് വിധേനയും താഴെ ഇറക്കാനുള്ള നീക്കവുമായി BJP മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ആ ഹിമാചൽ സർക്കാർ പോലും താഴെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിരാ സിബി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ BJP നടത്തുകയാണ്. കാരണം കർണാടകയിലടക്കം ഓപ്പറേഷൻ താമര വർക്കൗട്ട് ആവുന്നത് ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു ഭാഗമായി ഇപ്പോൾ ജയറാം താക്കൂർ ഗവർണറെ കണ്ടിരിക്കുന്നു. വിശ്വാസ വോട്ടെടുപ്പ് വേണം എന്നൊരു നിലപാടിൽ BJP ഉറച്ചു നിൽക്കുന്ന ഒരു ഘട്ടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ BJP വർക്കൗട്ട് ചെയ്യുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഈ ഒരു നീക്കങ്ങളിലൂടെയൊക്കെ തന്നെ.
തീർച്ചയായും അതിൽ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ രൂപപ്പെട്ടപ്പോൾ തന്നെ ആ പ്രതിപക്ഷ സഖ്യത്തെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ നീക്കവും ഈ ജനാധിപത്യ വിരുദ്ധമായ എല്ലാ നീക്കവും BJP ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഓപ്പറേഷൻ താമരയിലൂടെ നിരവധി നേതാക്കളെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം നിലയും സ്വന്തം പാളയത്തിലേക്ക് BJP ഇതിനകം തന്നെ എത്തിച്ചിരിക്കുന്നു. ഇനിയും നിരവധി പേരെ വല വീശിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ മഹാരാഷ്ട്ര എല്ലാം തന്നെയും ആ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ ഇപ്പോൾ ഈ ഒരു ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസിന്റെ സംസ്ഥാനമായ ഹിമാചൽ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കവുമായി BJP മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് വിധേയനെയും ഈ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനും പ്രതിപക്ഷ സഖ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. ഓപ്പറേഷൻ താമരയിലൂടെ നിരവധി നേതാക്കന്മാരെ ഇതിനകം തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ BJP വലവിരിച്ചു കഴിഞ്ഞു. ഇന്നലെ തന്നെ ഉത്തർപ്രദേശിൽ രാജ്യസഭാ സീറ്റുകൾ എണ്ണുമ്പോൾ ഇന്നലെ 10 സീറ്റുകളിലേക്കാണ് ഇന്നലെ ഉത്തർപ്രദേശിൽ രാജ്യസഭാ സീറ്റുകൾ തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ 10 സീറ്റിൽ 7 സീറ്റ് അംഗബലം അനുസരിച്ച് BJPക്ക് 3 സീറ്റുകൾ SP-ക്കും സമാജ്വാദി പാർട്ടിക്കും ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ അവിടെയും ഈ 7ഓളം SP MLA-മാരെ BJP മറികടന്ന് ചാടിക്കുകയും അവിടെ 8 സീറ്റുകളിലും BJP വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. SP-യുടെ മൂന്നാം രാജ്യസഭാ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ എല്ലാ രീതിക്കും ഇത്തരത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷ സഖ്യത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കം BJP ആരംഭിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഹിമാചലിനെയും കാണേണ്ടത്. ഹിമാചലിലെ MLA-മാരെല്ലാം നിലയിൽ ഇപ്പോൾ ഹരിയാനയിലേക്ക് മാറ്റി അവിടെ സുരക്ഷിതമായ BJP ഭരിക്കുന്ന ഹരിയാന സംസ്ഥാനത്ത് സുരക്ഷിതമായി ഈ 9 MLA-മാരെയും മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ BJPയുടെ അടുത്ത നീക്കം എന്ന് പറയുന്നത് ഇനി ബജറ്റ് സമ്മേളനം, നാളെ ബജറ്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ ആ ബജറ്റിൽ ഒരു വോട്ടെടുപ്പ് വേണ്ടി വരും. ആ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് സർക്കാരിന് പിന്നീട് ധാർമ്മികമായി തുടരാൻ അവകാശമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് കണ്ടുകൊണ്ട് തന്നെ ആ വിശ്വാസ വോട്ടെടുപ്പിലൂടെ ഹിമാചൽ സർക്കാരിനെയും അതായത് ഉത്തരേന്ത്യയിലെ ഏക കോൺഗ്രസ് സർക്കാരിനെയും അധികാരത്തിൽ താഴെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ BJP ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സഖ്യത്തെ ഇങ്ങനെ ഈ രീതിക്ക് ദുർബലപ്പെടുത്താനുള്ള നീക്കം BJP വളരെ കുറേ നാളുകളായി ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഏറ്റവും ഒരു ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ ഒരു ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. എന്തായാലും മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം നിലയും സമാനമായി നീക്കം നടത്തുകയാണ്. ഇന്നലെ കർണാടകയിൽ പക്ഷേ BJPക്ക് ഒരു വലിയ തിരിച്ചടി നേരിട്ടു. കർണാടകയിലെ BJP MLA കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. എന്തായാലും ഇനിയിപ്പോൾ ഹിമാചലിലെ ഓരോ നീക്കവും ഏറ്റവും നിർണായകം തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ ഗവർണറെ കണ്ട് അവർ വിശ്വാസ വോട്ട് വേണമെന്നുള്ള ആവശ്യം BJP ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വരും മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനവും നാളെ വരെയുള്ള ബജറ്റ് സമ്മേളനം എല്ലാം നിലയും ഹിമാചൽ പ്രദേശിൽ ഏറ്റവും നിർണായകം തന്നെയാണ്. ആതിര.